ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാൻ കലയന്താനിയിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രതികൾ കടത്തിയ സ്കൂട്ടർ വൈപ്പിനിൽ നിന്നും കണ്ടെത്തി. മുഖ്യപ്രതി ജോമോന്റെ സുഹൃത്ത് സിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് ജോമോൻ വാൻ എടുത്തുകൊണ്ട് പോയത്. കൊലപാതകത്തിന് ശേഷം രാവിലെ വാഹനം അഞ്ചരിക്കവലയിലെ വീട്ടിൽ മടക്കി നൽകുകയും ചെയ്തു. ബിജുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്ത കലയന്താനിക്ക് സമീപത്ത് തന്നെയാണ് അഞ്ചരിക്കവല എന്ന പ്രദേശം. വാഹനം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് തിരികെ ഏൽപ്പിച്ചത്. ബുധനാഴ്ച എടുത്തുകൊണ്ട് പോയി വ്യാഴാഴ്ച രാവിലെ 9 മണിയൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കാണ് നമ്മൾ സംഭവം അറിയാം. ജോമനോട് പണ്ട് കാറ്ററിംഗ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടോ അങ്ങനെ ഇതിൻ്റെ വീട്ടിൽ പണിക്ക് പോകുന്നത്. ഇത് ടി വിയിലെ വാർത്തകൾ കൊണ്ടൊക്കെയാണ് നമ്മൾ പോലീസ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി അവരവിടെ വീട്ടിൽ സ്റ്റോർ ചെയ്യാം. ഇല്ല ജോമൻ ആദ്യം കൊണ്ടുപോകും. കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ താക്കോല് വണ്ടി എടുക്കാൻ പോകുമ്പോൾ വണ്ടി തന്നെ കിടപ്പുണ്ടായിരുന്നു. വണ്ടിയോട് വീട്ടിൽ കിടപ്പുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി പോയി പറഞ്ഞു. തിരിച്ചു വന്നിട്ട് താക്കോല് വന്നില്ല. വിളിച്ച് കഴിഞ്ഞപ്പോൾ ജോമൻ്റെ ഫോൺ പോയി പറഞ്ഞു. ഒരാൾ നോക്കിയുള്ളൂ. വിളിച്ചിട്ട് താക്കോല് എടുത്തു. ശനിയാഴ്ച വാർത്തയിൽ വന്നു വണ്ടി ഇറങ്ങി കൊണ്ടു. വാഹനത്തിന്റെ പിൻസീറ്റിൽ വെച്ച് ബിജു ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മൂന്നാം പ്രതി മുഹമ്മദ് അസ്ലമാണ് ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചി വൈപ്പിനിൽ എത്തിച്ചത്. വൈപ്പിൻ വളപ്പിലെ സുഹൃത്തിന്റെ വീട്ടിലാണ് സ്കൂട്ടർ ഒളിപ്പിച്ചിരുന്നത്. മുഹമ്മദ് പിന്നീട് മരടിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കാപ്പ കേസിൽ ജയിലിലുള്ള കേസിലെ രണ്ടാം പ്രതി ആഷിഖിനെയും അടുത്ത ദിവസം തൊടുപുഴയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജനം, ഇടുക്കി.